എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 പ്രായവും സൈസൊക്കെ നോക്കിയേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ളൂ. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല. അപ്പം അടിക്കണം, കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അന്ന് ധൈര്യം ഉണ്ടായില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറേശ്ശെ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എന്റെ പൊന്നോ കൊടുക്കത്താ പിന്നെ എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അപേക്ഷ. ഇവിടത്തെ 75% പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഇവൻ ഒറ്റൊരുത്തനാണ്. ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെയെന്ന് സൂചന. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദിഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. കള്ളൻ, ഫ്രോഡ്. കരളെ എന്റെ ചക്ര മോളലടി. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ഈ പകൽമാന്യം എന്താ മുത്തശ്ശ? മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. അത്തരം ആൾക്കാരെ പറ്റി പറയുന്ന പേരാണ് പകൽമാന്യൻ.